ഗുഡ് ഈവനിംഗ്. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ കോൺഗ്രസ്. മുൻ KPCC അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും AICC ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്താൻ AICC 3 രഹസ്യ നിരീക്ഷകരെ നിയോഗിച്ചു. കണ്ണൂരിൽ ഗ്രൂപ്പ് അനുകൂലികളുടെ യോഗം വിളിച്ചിരിക്കുകയാണ് കെ സുധാകരൻ. ഏഴാം ദിനത്തിലും മുഖ്യമന്ത്രി ആര് എന്നതിൽ പ്രഖ്യാപനമുണ്ടാകാൻ സാധ്യതയില്ല. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബംഗളൂരുവിലാണ്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും പ്രതീക്ഷയിലാണ്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേട്ടു. തീരുമാനം അവിടുന്ന് വരണം. ആ തീരുമാനം നമ്മൾ കാത്തിരിക്കുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും AICC ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഡൽഹിയിലെത്താൻ പറഞ്ഞു, നാളെ കാലത്ത് വരാമെന്നും പറഞ്ഞു. അത്ര തന്നെ. ബാക്കിയൊക്കെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. നാളെ ഏതായാലും ഡൽഹിക്ക് പോകുന്നുണ്ട്. പിന്നെ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉള്ള കൃത്യമായിട്ട് വിശദീകരണം നൽകും. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിലേക്കില്ലെന്നറിയിച്ചു. ഏതായാലും ഞാൻ ഡൽഹിയിൽ പോകുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് അവരെ അറിയിക്കുന്നതാണ്. സംസ്ഥാനത്തെ പൊതുവികാരം വിലയിരുത്താൻ AICC 3 രഹസ്യ നിരീക്ഷകരെ നിയോഗിച്ചു. അതേസമയം കെ സുധാകരൻ കണ്ണൂരിലെ ഗ്രൂപ്പ് അനുകൂലികളുടെ യോഗം വിളിച്ചു. ഡൽഹിയിൽ നിന്ന് തിരികെത്തിയ ശേഷം യോഗം ചേരും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാത്തതിൽ മുസ്ലിം ലീഗിലും അതൃപ്തി പുകയുകയാണ്. തീരുമാനമാകാത്തത് കാരണം 4 ആൾ കൂടുന്നിടത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് 24നോട് പറഞ്ഞു. ഇതിനാണോ നിങ്ങൾ UDF വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ എവിടെ പോയാലും, ചായപ്പിടിയിൽ പോയാലും അവിടെ സംസാരം അതാണ്. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് സംസാര വിഷയം. തീരുമാനം വൈകുന്നത് രംഗം ശാന്തമാക്കാനാണെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ വാദം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് പിന്നാലെ KPCC അധ്യക്ഷ സ്ഥാനത്തിനായും നേതാക്കളുടെ അവകാശവാദം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൊടിക്കുന്നിൽ സുരേഷ് MP കൂടിക്കാഴ്ച നടത്തി. അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് 24നോട് പറഞ്ഞു. സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെ ഒഴിവ് വരുന്ന KPCC അധ്യക്ഷ സ്ഥാനത്തിനായി നീക്കങ്ങൾ ഊർജിതമാക്കി നേതാക്കൾ. ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെത്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. പലതവണ മാറ്റി നിർത്തപ്പെട്ടുവെന്നും മുതിർന്ന നേതാവ് എന്ന നിലയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് താൻ അർഹനാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് ഖർഗെയെ അറിയിച്ചു. കേരളത്തിലെ 16 സംവരണ സീറ്റുകളിൽ 11ലും UDF വിജയം നേടിയത് വലിയ നേട്ടമാണെന്ന് ചൂണ്ടിക്കാട്ടി. അധ്യക്ഷ സ്ഥാനത്തേക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും 24നോട് കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. ആര് KPCC അധ്യക്ഷനാകണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ്. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ചർച്ചകൾ ആരംഭിക്കുന്ന സമയത്ത് തീർച്ചയായും പാർട്ടി നേതൃത്വം, അതായത് AICC നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടായിരിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബെന്നി ബെഹ്റാൻ എത്തിയേക്കുമെന്ന സൂചനകൾക്കിടെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ അവകാശവാദം. അതേസമയം ഷാഫി പറമ്പിലിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ഡൽഹി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ ഭരണപരാജയങ്ങളെക്കുറിച്ച് പരാമർശിക്കാതെ CPIM പോളിറ്റ് ബ്യൂറോ. ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായെന്നും വിമതർ പാർട്ടിയെ വഞ്ചിച്ചെന്നുമാണ് പരാമർശങ്ങൾ. പരാജയത്തിൽ പിണറായി വിജയനെ ഒറ്റയ്ക്ക് പഴിക്കേണ്ടെന്നും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ കേരളത്തിലാണ് നടക്കേണ്ടതെന്നും ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. എന്തുകൊണ്ട് തോറ്റു? CPIM പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തലുകൾ ഇങ്ങനെ: ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി, പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി, ആസൂത്രിത നീക്കം നടത്തിയ വിമതരുടെ ജയത്തിന് വ്യത്യസ്ത കാരണങ്ങളുണ്ടെന്നും റിപ്പോർട്ട്. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ചോർന്നിട്ടില്ല എന്നാണ് സംസ്ഥാന ഘടകം യോഗത്തിൽ വ്യക്തമാക്കിയത്. പരാജയത്തിൽ പിണറായി വിജയനെ ഒറ്റയ്ക്ക് പഴിക്കേണ്ടെന്നും പാർട്ടി ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ജനറൽ സെക്രട്ടറി MA ബേബി. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ PBയിൽ ചർച്ച നടന്നിട്ടില്ലെന്നും MA ബേബി. അതിനെക്കുറിച്ച് ചർച്ച നടക്കേണ്ട സ്ഥലത്ത് ചർച്ച തീരുമാനം വരുമ്പോൾ ഞങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കും, നിങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യും. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പിണറായി വിജയന്റെ മറുപടി ചിരി മാത്രമായിരുന്നു. ഇന്ന് ഉണ്ടാവോ പ്രതിപക്ഷ നേതൃസ്ഥാന പ്രഖ്യാപനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസ്ഥാന തലത്തിൽ നാളെയാണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. 24 ഡൽഹി. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPI ദേശീയ കൗൺസിലിൽ നിന്ന് വിട്ടുനിന്ന് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ.
സംസ്ഥാനത്ത് നിന്നുള്ള 14 ദേശീയ കൌൺസിൽ അംഗങ്ങളിൽ 5 പേരും യോഗത്തിനെത്തിയില്ല. നേതാക്കൾ കൂട്ടത്തോടെ വിട്ടുനിന്നതോടെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോലും ആളുണ്ടായില്ല. അതേസമയം നേതാക്കൾ വിട്ടുനിന്നതിൽ അസ്വാഭാവികതയില്ലെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ പ്രതികരിച്ചു. ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയെന്നാണ് CPI സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. ഇപ്പോൾ പാർട്ടിക്കുള്ളിലും തിരുത്തൽ തുടങ്ങിയോ സംശയിക്കേണ്ട നിലയിലാണ് കാര്യങ്ങൾ. അതും വെറും തിരുത്തലല്ല, ദേശീയ കൗൺസിലിൽ നിന്ന് വിട്ടുനിന്നുള്ള തിരുത്തലെന്നാണ് പാർട്ടി വൃത്തങ്ങളിലെ പരിഹാസം. കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ ഫലം വിലയിരുത്താൻ ചേർന്ന നിർണായകമായ യോഗത്തിൽ നിന്നാണ് നേതാക്കൾ കൂട്ടത്തോടെ മാറി നിന്നത്. സംസ്ഥാനത്ത് നിന്നുള്ള 14 ദേശീയ കൗൺസിൽ അംഗങ്ങളിൽ 5 പേർ മാത്രമാണ് ശനി ഞായർ ദിവസങ്ങളായി നടന്ന യോഗത്തിൽ പങ്കെടുത്തത്. പങ്കെടുത്ത 5 പേരിൽ 4 പേർ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. ദേശീയ കൗൺസിൽ അംഗങ്ങളിൽ TJ ആഞ്ചലോസ് മാത്രമാണ് പങ്കെടുത്തത്, അതും ഒരു ദിവസം മാത്രം. ബാക്കിയുള്ള 9 പേർ ഡൽഹിക്ക് പോയതേയില്ല. K. രാജൻ, P. പ്രസാദ്, GR അനിൽ, J. ചിഞ്ചുറാണി, PP സുനീർ, ചിറ്റയം ഗോപകുമാർ, P. വസന്തം, സത്യൻ മൊകേരി, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവരാണ് വിട്ടുനിന്നത്. യോഗത്തിൽ പങ്കെടുക്കാത്തവരിൽ P. പ്രസാദ് ഒഴികെ ആരും അവധിക്ക് പോലും അപേക്ഷിച്ചില്ല. CPIയുടെ സംഘടനാ രീതി അനുസരിച്ച് ദേശീയ കൗൺസിൽ ഓരോ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളാണ്. 9 അംഗങ്ങൾ വിട്ടുനിന്നതോടെ ഇത്തവണത്തെ ദേശീയ കൗൺസിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാർ ആയിരുന്നു. നേതാക്കൾ കൂട്ടത്തോടെ ദേശീയ കൗൺസിൽ ബഹിഷ്കരിച്ചതിൽ അസ്വാഭാവികതയില്ലെന്നാണ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. No, don't say they have not participated. The State Secretary himself was present in the meeting. Mr. Binay Vishwam was present. Some comrades, due to because elections just over, there are problems to meet people and even to express thanks. കേരളത്തിൽ നിന്ന് ഇത്രയധികം നേതാക്കൾ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല. തോൽവിയുടെ നാണക്കേട് കൊണ്ടാണ് J. ചിഞ്ചുറാണിയും P. വസന്തവും വിട്ടുനിന്നതെന്ന് പറയാമെങ്കിലും ബാക്കിയുള്ളവർ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നതാണ് ചോദ്യം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. ന്യൂസ് ബ്രേക്സ് തുടരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. തമിഴ്നാട് നിയമസഭയിൽ ഇനി താരപ്പോരാണ്. മുഖ്യമന്ത്രിയായി വിജയ്, പ്രതിപക്ഷ നേതാവായി ഉദയനിധി സ്റ്റാലിൻ. MLA-മാരുടെ സത്യപ്രതിജ്ഞ സെയിന്റ് ജോർജ് കോട്ടയിൽ നടന്നു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ വീട്ടിലെത്തി കണ്ടു. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட C. ஜோசப் விஜய் எனும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் പറ്റുറുതിയും കൊണ്ടിരിപ്പേൻ என்றுം എടപ്പാടി കെ പളനിസ്വാമിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തുവെന്ന് കാണിച്ച് പ്രോട്ടേം സ്പീക്കർക്കും നിയമസഭാ സെക്രട്ടറിക്കും കത്ത് നൽകിയത് 17 MLA-മാർ. SP വേലുമണിയെ പിന്തുണച്ച് കത്ത് നൽകിയത് 30 പേർ. TVKയ്ക്ക് പിന്തുണ നൽകണമെന്ന ആവശ്യം EPS അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. മുൻമന്ത്രിമാരായ CV ഷൺമുഖം, SP വേലുമണി, C. വിജയഭാസ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് EPS-നെതിരെ പുതിയ പടയൊരുക്കം. TVK അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ വിജയുമായി സഖ്യമുണ്ടാക്കണമെന്ന ആവശ്യം MLA-മാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ EPS അനുവദിച്ചില്ല. തുടർന്ന് നടത്തിയ ചർച്ചകൾക്ക് ശേഷം MLA-മാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് തന്നെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തുവെന്ന് കാണിച്ച് എടപ്പാടി കെ പളനിസ്വാമി പത്രക്കുറിപ്പിറക്കിയത്. ഇന്ന് സത്യപ്രതിജ്ഞയ്ക്കായി നിയമസഭയിലെത്തിയപ്പോഴാണ് MLA-മാർ ചേരിതിരിഞ്ഞ് പിന്തുണക്കത്തുകൾ നൽകിയത്. നാളെ നടക്കുന്ന സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ TVKയ്ക്ക് ലഭിക്കുന്ന വോട്ടുകൾ DMK-യിലെ പിളർപ്പിന്റെ ആഴം വ്യക്തമാക്കും. 24, ചെന്നൈ. തമിഴ്നാട്ടിൽ AIADMK പിളർന്നു. തമിഴക വെട്രിക്കഴകത്തിന് പിന്തുണ നൽകുന്നതിലുണ്ടായ തർക്കമാണ് പിളർപ്പിലേക്ക് നയിച്ചത്. 47 MLA-മാരിൽ ജനറൽ സെക്രട്ടറി എടപ്പാടി കെ പളനിസ്വാമിക്കുള്ളത് 17 പേരുടെ പിന്തുണ മാത്രമാണ്. SP വേലുമണിയും CV ഷൺമുഖവും നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് 30 പേരുടെ പിന്തുണയുണ്ട്. CPIM-ന് പിന്നാലെ ബംഗാളിൽ മമതാ ബാനർജിയുടെ വിശാല സഖ്യ ആഹ്വാനം തള്ളി CPI. SIR ആണ് BJP ജയത്തിന് വഴിയൊരുക്കിയതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അതേസമയം ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PA-യെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ 3 വാടക കൊലയാളികൾ പിടിയിലായി. പഴയ പിണക്കം മറന്ന് പൊതുശത്രുവിനെതിരെ വിശാല സഖ്യമുണ്ടാക്കണമെന്നായിരുന്നു മമതാ ബാനർജിയുടെ അഭ്യർത്ഥന. BJP-യെ ബംഗാളിൽ വളർത്തിയത് തൃണമൂൽ തന്നെയല്ലേ എന്ന ചോദ്യമുയർത്തിയാണ് ആദ്യം CPIM അഭ്യർത്ഥന തള്ളിയത്. പിന്നാലെ ഇപ്പോൾ CPI-യും. So nobody needs to advise us to fight and come forward in the fight against the right-wing forces. It is for others to do serious introspection.
ഡൽഹിയിൽ ഇന്ത്യ ബ്ലോക്കിനെ ശക്തമാക്കി പോരാടാനും സംസ്ഥാനത്ത് പുതിയൊരു പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കാനുമായിരുന്നു മമതയുടെ നീക്കം. ഭരണവിരുദ്ധ വികാരവും SIR-ഉം ചേർന്നാണ് BJPയെ അധികാരത്തിലെത്തിച്ചതെന്നാണ് CPIM വിലയിരുത്തൽ. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ PAയെ വെടിവെച്ചു കൊന്ന മൂവർ സംഘത്തെ ഉത്തർപ്രദേശ് ബീഹാർ പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. വാടക കൊലയാളികളായ ഇവർ രക്ഷപ്പെടും വഴി ഒരു ടോൾ ബൂത്തിൽ UPI വഴി പണം നൽകി. ഇതാണ് പ്രതികളെ പിന്തുടരാൻ സഹായിച്ചത്. ആരാണ് ഇവർക്ക് കൊട്ടേഷൻ നൽകിയതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. 24 കൊൽക്കത്ത. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ലെന്ന് ആവർത്തിച്ച് പെട്രോളിയം മന്ത്രാലയം. ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വിശദീകരിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് പിന്നാലെയാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോള ഊർജ്ജ വിതരണത്തിൽ തടസ്സമുണ്ടാക്കിയെങ്കിലും രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ചില്ലറ വിൽപ്പനശാലകളിൽ പോലും ഇന്ധനക്ഷാമം നേരിടുന്നില്ലെന്ന് പെട്രോളിയം മന്ത്രാലയം. पेट्रोल और डीजल के पर्याप्त स्टॉक्स अवेलेबल हैं. ഗാർഹിക പാചക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം ഉറപ്പാക്കുന്നുണ്ട്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരമുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം വിശദീകരിച്ചു. രാജ്യത്ത് കർഷകർക്കായി രാസവളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് രാസവള മന്ത്രാലയവും വ്യക്തമാക്കി. The fertilizer stock is comfortable. The domestic production and import of fertilizer after the crisis period has been 76.78 has been the domestic production. So a total of 97 lakh metric ton of fertilizer has been added to the availability after the crisis situation. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയുണ്ടായ ആശങ്കകളെ തുടർന്നാണ് അന്തർമന്ത്രാലയങ്ങളുടെ വിശദീകരണം. 24 ഡൽഹി. ഏറെ ചർച്ചയുണ്ടാക്കിയ VBG റാംജി നിയമം ജൂലൈ മുതൽ പ്രാബല്യത്തിൽ. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. നിയമത്തിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ നടപടി. VBG റാംജി നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ UPA സർക്കാർ നടപ്പിലാക്കിയ 2 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാകും. സമ്പന്നവും സ്ഥിരതയുള്ളതുമായ ഒരു ഗ്രാമീണ ഭാരതത്തിനായാണ് പുതിയ നിയമമെന്ന് ഗ്രാമവികസന മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി രോഹിണി R. ബാജിക് ബാക്കരെ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. പുതിയ നിയമപ്രകാരം തൊഴിലുറപ്പ് ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയർത്തും. തൊഴിലുറപ്പ് പദ്ധതി പൂർണ്ണമായും കേന്ദ്ര പദ്ധതിയായിരുന്നെങ്കിൽ VBG റാംജി നിയമപ്രകാരം ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പങ്കിടേണ്ടി വരും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഹിമാലയൻ സംസ്ഥാനങ്ങൾ, നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിങ്ങനെ 11 സംസ്ഥാനങ്ങൾക്ക് 90:10 അനുപാതത്തിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളും 60:40 അനുപാതത്തിലുമാണ് ഫണ്ട് പങ്കുവെക്കേണ്ടത്. മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയതിനെതിരെയും സംസ്ഥാനങ്ങൾ ഫണ്ട് പങ്കിടണമെന്ന വ്യവസ്ഥയ്ക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കടുത്ത എതിർപ്പ് ഉയർന്നിരുന്നു. പഞ്ചായത്ത് സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തുന്ന തീരുമാനമെന്ന് CPI നേതാവ് ആനി രാജ. ഈ റാംജി അതായത് ഈ തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ പരിപൂർണമായി തകർത്തുകൊണ്ടാണ് ഈ പുതിയ പേരിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പഞ്ചായത്തുകളെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദുർബലപ്പെടുത്തുന്ന, പഞ്ചായത്തി രാജ് സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണിത്. നിയമത്തിനെതിരെ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ദേശീയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കാനിരിക്കെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിയമം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. 24 ഡൽഹി. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. അമേരിക്ക നിർദ്ദേശിച്ച സമാധാന കരാറിന് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. മേഖലയിലുടനീളം യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹോർമുസ് കടലെടുക്ക് സംബന്ധിച്ച ചർച്ചകൾ നടക്കണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക നൽകിയ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി അംഗീകരിക്കാനാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതോടെയാണ് സമാധാന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടിയായത്. ഇറാൻ ഇതിനകം വലിയ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടികൾ കടുപ്പിക്കുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ ഹോർമൂസിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന മറുപടിയാണ് ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയതെന്നാണ് സൂചന. മേഖലയിലുടനീളം, പ്രത്യേകിച്ച് ലെബനോണിലടക്കം യുദ്ധം അവസാനിപ്പിക്കണം, ഹോർമൂസ് കടലെടുക്ക് സംബന്ധിച്ച് ചർച്ചകൾ നടക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇറാൻ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട്. രാജ്യാന്തര തലത്തിൽ ഉറപ്പുകൾ പാലിക്കപ്പെടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അതേസമയം നയതന്ത്ര ചർച്ച നടക്കുമ്പോഴെല്ലാം അമേരിക്ക സൈനിക നടപടിയെക്കുറിച്ച് ആലോചിക്കുകയാണെന്ന് ആരോപിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തെത്തി. അതിനിടെ ഹോർമൂസ് കടലെടുക്ക് പ്രതിസന്ധിക്കിടെ വീണ്ടും എണ്ണവില വർദ്ധിച്ചു.
തിങ്കളാഴ്ച ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $3 ഉയർന്ന് $104.47 അതേസമയം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അമേരിക്കൻ സാമ്പത്തിക സഹായം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി CBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഹാൻഡ വൈറസ് വ്യാപിച്ച MV ഹോണ്ടിയസ് ക്രൂസിലെ ഒരു യാത്രക്കാരന് കൂടി രോഗം സ്ഥിരീകരിച്ചു. കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച അമേരിക്കൻ പൗരനാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കപ്പലിലുണ്ടായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിലേക്ക് മാറ്റി. ന്യൂസ് ബ്രേക്സിലേക്ക് വീണ്ടും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് പ്രസിഡന്റുമാരെ ഡൽഹിക്ക് വിളിപ്പിച്ചതിൽ VD സതീശൻ ക്യാമ്പിന് അതൃപ്തി. KC വേണുഗോപാൽ അനുകൂല ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയവരെ ചർച്ചയ്ക്ക് വിളിച്ചത് അപഹാസ്യം എന്നാണ് സതീശൻ ക്യാമ്പിന്റെ വിലയിരുത്തൽ. വിപിൻ C വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, തർക്കം പരിഹരിക്കാൻ നോക്കുമ്പോൾ അതിനപ്പുറത്തെ തർക്കമായി കോൺഗ്രസിലെ സ്ഥിതിഗതികൾ മാറുകയാണോ? അതേ പ്രജിത്ത്, മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിന് ഒരു കീറാമുട്ടിയായി ഇപ്പോഴും നടക്കുകയാണ്. അതിന്റെ ഒരു അവസാനവട്ട ശ്രമം എന്നുള്ള നിലയ്ക്കായിരിക്കാം ഒരുപക്ഷെ മുൻ KPCC അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഒരു വിശാലമായിട്ടുള്ള ഒരു ചർച്ച എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിലും ഇപ്പോൾ ഒരു ഉടക്ക് വരികയാണ്. കാരണം VD സതീശൻ ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മുൻ അധ്യക്ഷന്മാരെ വിളിച്ചത് അത് ശരിയായൊരു തീരുമാനം. പക്ഷേ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരെ നോക്കുകയാണെങ്കിൽ AP അനിൽകുമാർ അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് പോകുന്നു, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അതായത് KC വേണുഗോപാലിന് അനുകൂലമായി കേരളത്തിൽ പരസ്യമായി തന്നെ നിലപാടെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തനം നടത്തുകയും ചെയ്തവരെയാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലേക്ക് തന്നെ വിളിപ്പിച്ചിരിക്കുന്നത്. ഇത് അപഹാസ്യം മാത്രം എന്ന് പറയുന്നു. ഇപ്പോൾ K സുധാകരനൊക്കെ തുറന്ന് തന്നെ KC വേണുഗോപാൽ അനുകൂലമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം അത് അപഹാസ്യം എന്നുള്ളതാണ് VD സതീശൻ പക്ഷം പറയുന്നത്. ഒപ്പം തന്നെ നേതൃത്വത്തിന്റെ ഒരു വിലക്ക് ഉണ്ടായിട്ടും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും പുറത്തും ഇപ്പോൾ പിറവത്തൊക്കെ VD സതീശൻ അനുകൂലമായിട്ടുള്ള ഫ്ലെക്സ് ഉയർന്നു. ഇതിൽ KC പക്ഷത്തിനും അല്ലെങ്കിൽ KC ക്യാമ്പിനും അതൃപ്തി തുടരുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് പരിഹരിക്കുക എന്നുള്ള ചർച്ച ഇനി ഡൽഹിയിൽ തന്നെ കാണേണ്ടി വരും. വിപിൻ C വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുന്നു. ഇനി പൊതുജനം കഴുതിലെ സാർന്ന പരിപാടി കാണാം. B ദിലീപ് കുമാർ ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.